ലോക ക്രിക്കറ്റിലെ ചെറു ടീമുകളിൽ ഒന്നായ സിംബാബ്വെ ക്രിക്കറ്റ് ലോകത്തെ വീണ്ടും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഒരു വമ്പൻ വിജയമാണ് സിംബാബ്വെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഏത് വമ്പൻ ടീമിനെയും ഞങ്ങൾക്കും തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഒരിക്കൽ കൂടി സിംബാബ്വെ തെളിയിച്ചിരിക്കുകയാണ്. സിംബാബ്വെയും പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിലുള്ള ത്രിരാഷ്ട്ര ടൂർണമെന്റിൽ ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരത്തിലാണ് സിംബാബ്വെ 2020 ഫോർമാറ്റിൽ വമ്പൻ വിജയം നേടിയിരിക്കുന്നത്. 67 റൺസിനാണ് ശ്രീലങ്കയെ സിംബാബ്വെ തകർത്തിരിക്കുന്നത്. അതും ICCയിൽ പൂർണ്ണ അംഗത്വമുള്ള ഒരു രാജ്യത്തിനെതിരെ സിംബാബ്വെ 2020 നേടുന്ന ഏറ്റവും വലിയ വിജയം കൂടിയാണ് ഇത്. ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ്വെ 8 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസാണ് നേടിയത്. 49 റൺസ് നേടിയ ബെനറ്റിൻ്റെയും 47 റൺസ് നേടിയ സിക്കന്ദർ റാസയുടെയും മികച്ച ബാറ്റിംഗ് പ്രകടനമായിരുന്നു അവരെ 162 റൺസിൽ എത്തിച്ചത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ശ്രീലങ്കയെ വെറും 95 റൺസിനാണ് സിംബാബ്വെ പുറത്താക്കിയത്. 9 റൺസ് വിട്ടുകൊടുത്ത് സിംബാബ്വെയുടെ 3 വിക്കറ്റ് നേടിയ ബ്രാഡ് ഇവാന്റെ മികച്ച ബൗളിംഗ് പ്രകടനമായിരുന്നു സിംബാബ്വെക്ക് വിജയം നേടിക്കൊടുത്തത്. അതുപോലെ സിംബാബ്വൻ ബൗളിങ്ങിൽ ഇറങ്ങിയ എല്ലാ ബൗളർമാരും വിക്കറ്റ് നേടി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ശ്രീലങ്ക ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ തുടക്കം മുതലേ സിംബാബ്വൻ ബൗളിങ്ങിന് മുമ്പിൽ പതറി നിൽക്കുന്ന ശ്രീലങ്കയാണ് കണ്ടത്. 34 റൺസ് നേടിയ തനു ഷാനുവയ്ക്ക് മാത്രമാണ് ശ്രീലങ്ക ബാറ്റിങ്ങിൽ തിളങ്ങാൻ കഴിഞ്ഞുള്ളൂ. മറ്റ് ബാറ്റർമാർ നോക്കുകയാണെങ്കിൽ 8 ബാറ്റർമാർ 2 അക്കം പോലും കാണാതെയാണ് പുറത്തായത്. അങ്ങനെ ടൂർണമെൻറ്റിൽ ശ്രീലങ്ക സിംബാബ്വെക്ക് മുമ്പിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു വിജയത്തോടു കൂടി തന്നെ ത്രിരാഷ്ട്ര ടൂർണമെൻറ്റിൽ പോയിന്റ് ടേബിളിൽ സിംബാബ്വെ 1ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. ശ്രീലങ്കയെ സംബന്ധിച്ച് ഇതിനു മുമ്പ് പാകിസ്ഥാനെതിരെ നടന്ന 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര 3-0 തോറ്റതിന് ശേഷമായിട്ട് ശ്രീലങ്ക പരാജയപ്പെടുന്ന മത്സരം കൂടിയായിരുന്നു ഇത്. ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.